ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു കിഡിലൻ അച്ചാറാണ്. അപ്പോൾ ഈത്തപ്പഴച്ചാറൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈത്തപ്പഴത്തിൽ ഞാനിവിടെ ചെറുനാരങ്ങയും കുറച്ച് ഉണക്കമുന്തിരി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എണ്ണ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഉണക്കമുന്തിരി ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ നമുക്ക് ഒരു തള തിളച്ചാൽ മതി, കുറേ വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു തള തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ 4 പീസാക്കിയിട്ടൊക്കെ ഇടാം. പിന്നെ കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1.5 ചോള വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, അത് ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തുണ്ട ഇഞ്ചി, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ അളവ് കൂടിക്കഴിഞ്ഞാലും ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലുണ്ടാക്കും. പിന്നെ ഞാൻ ഈസ്റ്റേൻ്റെ അച്ചാർ പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു 2 വലിയ കയ്യിൽ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കടുക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉണ്ടായാൽ മതി, നമുക്കൊരു കിഡിൽ അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലിൽ നമ്മൾ ഒരിക്കലും അച്ചാറുകൾ ഉണ്ടാക്കില്ല, നമുക്ക് എണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുക. അപ്പോഴാണ് ആ ഒരു സ്മെല്ല് തന്നെ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചൂടായ ശേഷം കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് ജസ്റ്റ് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നന്നായിട്ട് മൂക്കാൻ നിൽക്കണ്ട, കുറച്ചൊന്ന് ചേഞ്ചായി വരുമ്പോൾ തന്നെ നമുക്ക് ആ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അച്ചാറിൻ്റെ പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ കയ്യിൽ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനിയിപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി കൂടുതലാണ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇത് ഒന്നുകൂടി കൂട്ടി കൊടുക്കണം. അത് ലാസ്റ്റിലേക്ക് നമ്മൾ മുളക് പൊടിയായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. കാശ്മീരി ചില്ലിയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കളറ് കൂടുതൽ കിട്ടും, അച്ചാറിൻ്റെ ആ ഒരു കളറ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ എരിവും കുറച്ച് കുറവായിട്ട് കിട്ടും. അപ്പോൾ പൊടി മിക്സ് ചെയ്താലൊക്കെ ഫ്ലെയിമൊക്കെ കുറവിലായിരിക്കണം ഇരിക്കേണ്ടത്. ഈ പൊടി മിക്സ് ചെയ്ത ശേഷം ഒന്ന് ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് ആ ഒരു പൊടിയുടെ ആ ഒരു കുത്തുമണമൊക്കെ പോവും. ഇനി നമുക്കിതിലേക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഞാൻ പൊതുവെ ഈത്തപ്പഴം മാത്രം ഇട്ടിട്ടാണ് ചെയ്യൽ, എനിക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെയാണ്. ഈത്തപ്പഴം ഒന്ന് നന്നായിട്ട് ആ പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ള ഒരു ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറുനാരങ്ങയും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് സുറുക്ക ഒഴിച്ചു കൊടുക്കണം. അത് നമ്മൾ ഇതിൻ്റെ ഈത്തപ്പഴത്തിൻ്റെ ഒക്കെ ഒരു ക്വാണ്ടിറ്റി ഇല്ലേ, അതിൻ്റെ മുകളിലേക്കായിട്ട് വരുന്ന തരത്തിൽ വേണം നമ്മൾ സുറുക്ക ഒഴിച്ചു കൊടുക്കാൻ. ആ സുറുക്കയിൽ ഇത് കിടന്ന് നന്നായിട്ടൊന്ന് ഇതായിട്ട് കിട്ടിക്കഴിഞ്ഞാലാണ് ആ ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കണം.
ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഉപ്പ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എരിവ് നോക്കിയിട്ടൊക്കെ എരിവ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു അച്ചാറിന് ആ ഒരു ഒന്നുകൂടി റെഡ് കളറ് കിട്ടും ചെയ്യും. ഞാനിവിടെ ഒരു സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും ഇതേപോലെ ആയിട്ട് കിട്ടും. പിന്നെ ഈ അച്ചാർ ഒരു 2 ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ആ ഒരു ചെറുനാരങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഇതായിട്ട് സെറ്റായിട്ട് കിട്ടണം. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതേപോലെ അച്ചാർ ഉണ്ടാക്കിയാൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കൺ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുമെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.